ഇപ്പോൾ ശ്രീനഗറിൽ നിന്നും നോബൽ മാരിക്കാരനും പഹൽഗാമിൽ നിന്ന് ആദിൽ പാലോടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ആദിൽ പാലോഡിലേക്ക് പോകുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. അതിൽ പാകിസ്ഥാൻ തുടർച്ചയായിട്ട് പ്രകോപിപ്പിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇന്റലിജൻസ് കിട്ടിയെന്നൊക്കെ ഇൻഫർമേഷൻ പറയുന്നു. എന്ത് ഇന്റലിജൻസ് ആണ് നമുക്കറിയാലോ. ഇവിടെ കൂടിയാലോചന നടക്കുമ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട് തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. ആ ഭയത്തിൽ നിന്നുണ്ടാകുന്ന പ്രകോപനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ എവിടെയൊക്കെയായിരുന്നു പ്രധാനമായിട്ടും പാക് സൈന്യത്തിൻ്റെ ഈ പ്രകോപനം? അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത്? ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പാകിസ്ഥാന്റെ മന്ത്രിമാർ വാചകത്തിലൂടെ പ്രകോപനം ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെയൊക്കെ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് സൈനികർ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യം. ഇന്നലെ ജമ്മുവിലെ അഖ്നൂർ മേഖലയിൽ പർഗ്വാൾ അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം പ്രകോപനം ഉണ്ടായി എന്നുള്ളതാണ് രാവിലെ വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, ചെനാബ് നദിക്കരയിൽ, അത് അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്താണ് ഉള്ളത്, അവിടേക്ക് വരെ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന രൂപത്തിൽ വെടിയുതിർക്കൽ ഉണ്ടായി എന്നാണ് നേരത്തെ തന്നെ ഇന്ന് രാവിലെ മുതൽ വരുന്ന റിപ്പോർട്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, വെടിനിർത്തൽ കരാർ 2021 കരാർ അത് അവസാനിപ്പിക്കാൻ ഇന്ത്യ ചിലപ്പോൾ തയ്യാറെടുത്തേക്കും എന്നുള്ളത്. അതിൻ്റെ കാരണം തന്നെ ഇതാണ്, ഒരു പ്രകോപനവുമില്ലാതെ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ നിറയൊഴിക്കുന്നതാണ് കാഴ്ച. ഈ സ്ഥലത്തൊക്കെ ഇന്ത്യ അതിശക്തമായ മറുപടി നൽകുന്നുണ്ട് എന്നുകൂടി സൈന്യം അറിയിക്കുന്നുണ്ട്. ഇന്നലെ പൂഞ്ച്, അഖ്നൂർ അടക്കമുള്ള പല മേഖലകളിലും സമാനമായി പ്രകോപനം ഉണ്ടായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നിറയൊഴിക്കുന്നതാണ് കാഴ്ച. അതിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സൈന്യവും അതിർത്തിയിൽ നൽകുന്നുണ്ട് എന്ന് സൈന്യം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാന് തിരിച്ചടി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ കൂടി പ്രകോപനമായിരിക്കാമെന്ന് നമ്മൾ വിലയിരുത്തുന്നു. ഞാൻ പഹൽഗാമിലാണ് ഉള്ളത് അരുൺ. പഹൽഗാമിൽ ഇപ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ, ഈ പ്രദേശവാസികളെ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നടപടികളുമായി NIA മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പഹൽഗാമിൽ ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ മുസമ്മിൽ അഹമ്മദ് കുമാർ എന്നയാൾ അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ സിപ്പ് ലൈൻ തള്ളിവിടുന്നത്, ഒരു സഞ്ചാരിയെ തള്ളിവിടുന്നത് ദൃശ്യങ്ങൾ പുറത്താവുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പിതാവ് നിരപരാധിയാണ് എന്ന് അയാളെക്കുറിച്ച് പറയുകയും പിന്നീട് മുസമ്മിൽ ഇപ്പോഴും NIA കസ്റ്റഡിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിധത്തിൽ വഴിയോര കച്ചവടക്കാർ, കൈകളിലൊക്കെ ഷോളുകളും പാനിപൂരിയും ഒക്കെ ബൈസണിൽ വിറ്റിരുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. എന്തെങ്കിലും ഒരു സൂചന ലഭ്യമാകുമോ എന്ന അന്വേഷണത്തിലാണ് NIA സംഘമുള്ളത്. പ്രാദേശികമായ സഹായം ഈ ഭീകരർക്ക് ലഭിച്ചോ എന്ന സംശയം ശക്തമായി തന്നെ അന്വേഷണ ഏജൻസിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, നമ്മൾ മലയാളിയായ ഒരു സഞ്ചാരി, പൂനെയിൽ സ്ഥിരതാമസമാക്കിയ സഞ്ചാരി എടുത്ത ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. അതിൽ മകളുടെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അത് പിൻവശത്തുകൂടി ഈ ഭീകരാക്രമണത്തിന് 4 ദിവസം മുൻപത്തെ ദൃശ്യമാണത്. അതിൽ ഭീകരർക്ക് സമാനമായ മുഖച്ഛായുള്ള 2 പേർ കടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ ഭീകരർ 4 ദിവസം മുൻപ് അവിടെ തമ്പടിച്ചിട്ടുണ്ടെങ്കിൽ പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് NIA പോകും. ആ വിധത്തിൽ പഹൽഗാം ആകെ കൂടിയൊരു നിലയിലുള്ളൊരു അന്തരീക്ഷത്തിലാണ്, അന്വേഷണത്തിൻ്റെ വലയത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലരും നമ്മോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. മുഴുവൻ ഈ കൃത്യമായി പ്രാദേശിക സഹായം എങ്ങനെ ലഭ്യമായിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് പഹൽഗാമിൽ പുരോഗമിക്കുന്നത് അരുൺ. ഇപ്പോൾ അതിൽ പഹൽഗാമിലെ അവസ്ഥ എന്താണ്? അവിടെ രാവിലെ റെസ്റ്റോറൻ്റൊക്കെ രാവിലെ തുറക്കൂ? ഇത് ഞാൻ ആ ദൃശ്യങ്ങൾ കാട്ടിത്തരും. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും. ഒരു കട പോലും തുറന്നിട്ടില്ല. ഒരു ചെറിയ ചായക്കട ഉണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊരു കട പോലും തുറന്നിട്ടില്ല. സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ ഡ്രൈവർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെയൊക്കെ വാഹനം നിറഞ്ഞു കിടക്കേണ്ട സ്ഥലമാണ്. രാവിലെ സഞ്ചാരികൾ പ്രഭാത നടത്തത്തിനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയുടെ സമീപത്തൊക്കെ പോയി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് സാധാരണഗതിയിൽ ഒരു പ്രഭാതം എന്നുള്ളത്. നല്ല തണുപ്പാണ്. പക്ഷേ അത് മുഴുവൻ അടഞ്ഞിരിക്കുന്നു, അത് മുഴുവൻ നിശ്ചലമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഒരൊറ്റ നിമിഷം, ഒരൊറ്റ വെടിവെച്ച അത് ഈ പഹൽഗാമിൽ പ്രത്യേകിച്ചും അത് ജീവിതം തന്നെ നിശ്ചലമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച. മുഴുവൻ കടകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. റെസ്റ്റോറൻറ്റുകൾ അടച്ചിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ വരുന്നൊരു വിവരം, റെസ്റ്റോറൻറ്റുകളിലൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നവർ കൂട്ടമായി ക്യാൻസൽ ചെയ്തിരുന്നു. അവർക്ക് റീഫണ്ട് മടക്കി നൽകണം എന്ന നിർദ്ദേശം സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്ത് തന്നെ ഈ റെസ്റ്റോറൻറ്റ് അസോസിയേഷന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആ വിധത്തിൽ കൂട്ടമായി ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു. സ്വാഭാവികമായും ജമ്മു കാശ്മീരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പകുതിയിലധികവും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദിവസം കാണുന്നത് പോലെയാണ് അല്ലേ?
ഉറപ്പായും ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യം തന്നെയാണ്. ഇടയ്ക്കിടെ വാഹനങ്ങൾ, ഈ സൈനിക വാഹനങ്ങൾ പോകുന്നു എന്നതൊഴിച്ചാൽ, ചില സ്വകാര്യ വാഹനങ്ങളും ടാക്സികളും പോകുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു വാഹന നീക്കവുമില്ല. കൂടുതലും ഈ സൈനിക വാഹനങ്ങളാണ്. CRPFൻ്റെ ഒരു ബേസ് ക്യാമ്പ് ഈ പഹൽഗാമിൽ ഉണ്ട്, ചെറിയൊരു ബേസ് ക്യാമ്പുണ്ട്. അതിൻ്റെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥർ വരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു നീക്കവും ഇവിടെ കാണുന്നില്ല. വളരെ സജീവമായിരുന്നൊരു പട്ടണം, അത് ഒരു പ്രതീക്ഷയോടെ ജീവിച്ചിരുന്ന ആളുകളുടെ പട്ടണം, നിരാശരായവർ മടങ്ങുന്നതിൻ്റെ, വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നതിൻ്റെ ഈ പോണികളൊക്കെ ഒരുപാടുണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ പോണികൾ കാണാമായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. അവരുടെ ജീവിതം പട്ടിണിയിലാണെന്നവർ നേരിട്ട് കാണുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിലല്ല, അല്ലാതെ പറയുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊരു അരക്ഷിതത്വവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും അരുൺകുമാർ, പഹൽഗാമിലെ ജീവിതം നിശ്ചലമാണ്. ഈ കാണുന്നതാണ് ഇത് തത്സമയം നമ്മൾ കാണുന്നതാണ് കാഴ്ച. മുഴുവൻ കടകളും അടഞ്ഞുകിടക്കുന്നു. മുഴുവൻ ഒരു NIAയുടെ ഒരു നിരീക്ഷണത്തിലാണ് ഈ പട്ടണം എന്ന് നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും. കാരണം ഓരോ ദിവസവും ഓരോ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പലരോട് സംസാരിക്കുമ്പോഴും പല പോണി നടത്തുന്ന ആളുകൾ പലരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ളവരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പ്രാദേശിക സഹായമുണ്ടായി എന്നൊരു പ്രാഥമികമായൊരു സംശയമുണ്ട് NIA അന്വേഷണ ഏജൻസിക്ക്. അതുകൊണ്ടുള്ള സ്വാഭാവിക നടപടിക്രമങ്ങളാണ് പഹൽഗാമിൽ പുരോഗമിക്കുന്നത്. രാവിലെ ചായയൊക്കെ എവിടുന്നാ കുടിക്കുന്നത്? ചായ ഇവിടെ നമ്മൾ ചായക്കും ഭക്ഷണത്തിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ടൂറിസ്റ്റ് മേഖല, ടൂറിസ്റ്റുകൾ എത്തുന്നില്ല. ഇവിടെ ചെറിയ ചായക്കടകളുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് വെള്ളമൊക്കെ നല്ലതാണോ എന്ന് നോക്കി കുടിക്കാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു ചായക്കട ഒരു ഭാഗത്തുണ്ട്. അത് നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കാണിച്ചാൽ, സൂം ഇൻ ചെയ്ത് കാണിച്ചാൽ കാണാം. അവിടെയൊക്കെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ സന്തോഷത്തിൽ ജീവിച്ച ഒരു സമൂഹമാണെന്ന് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം പോണികൾ കൊണ്ടുപോയാൽ അവരുടെ കഷ്ടപ്പെട്ട ജീവിതമാണെങ്കിലും ഒരു ദിവസം 1000 or 2000 രൂപയോ കിട്ടും. ആ വിധത്തിൽ സന്തോഷത്തോടെ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു സഞ്ചാരികൾ ആളുകളുടെ മനസമാധാനത്തെ, അവരുടെ ജീവിതത്തെ ഒക്കെ തകർക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പാകിസ്ഥാൻ വിചാരിക്കുന്നത് ഇതേപോലെ നിശ്ചലരായി കുറേ നാൾ നമ്മുടെ കാശ്മീർ ഇരിക്കുമെന്നാണ്. അങ്ങനെയല്ല. ഈ ഭീകരരെ പിടിച്ചാൽ ഉടൻ തന്നെ ഈ പഹൽഗാമിലേക്കൊക്കെ വീണ്ടും വിനോദസഞ്ചാരികൾ വന്നു തുടങ്ങും. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും പഹൽഗാമിൽ വരുന്നതിന് മറ്റു പ്രശ്നങ്ങളില്ല. അവിടെ നിന്ന് ബൈസൺ വാലി തുറന്നു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, അല്ലേ? അതിൽ ഇല്ല, ബൈസൺ വാലി തുറന്നു കൊടുത്തിട്ടില്ല. മാത്രമല്ല അരുൺ, ഈ സഞ്ചാരികളോട് നമ്മൾ വരാൻ പറയുമ്പോഴും പഹൽഗാമിലെ തന്നെ പല മേഖലകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നിർദ്ദേശമനുസരിച്ച് ഭൂരിഭാഗം കശ്മീരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തൽക്കാലം അടച്ചിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. പഹൽഗാമിൽ വന്നാലും ഈ ചില ഗാർഡനുകളൊക്കെ ഉണ്ട്, പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായ പൂന്തോട്ടങ്ങളാണ്, മനോഹരമായ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളൊക്കെ താൽക്കാലികമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ വരുന്ന നമ്മൾ കാണുന്ന കാഴ്ച. ബൈസറിനിലേക്കും ഇപ്പോൾ മാധ്യമപ്രവർത്തകർ പോലും കടന്നു പോകാൻ കഴിയില്ല. അവിടെ NIAയുടെ ഒരു സുരക്ഷ അവിടെ പ്രത്യേകമായി, NIAയുടെ അന്വേഷണം നടക്കുന്നതിനാൽ പ്രത്യേകമായൊരു സുരക്ഷ കൂടി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ്. ബൈസറൻ ഉടനെ തുറക്കില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ സുന്ദരമായൊരു പ്രഭാതമായിരുന്നു പഹൽഗാമിലേത്. ആ പ്രഭാതം വളരെ നിശ്ചലമായ, ശാന്തമായ, ആളനക്കമില്ലാത്ത ഒരു നഗരമായിട്ടത് മാറുകയാണ്. അതാണ് ഈ ഭീകരവാദികൾ ഏൽപ്പിച്ചൊരു വലിയ ആഘാതം എന്ന് പറയുന്നത്. അവിടെയുള്ള മനുഷ്യർ വല്ലാത്ത ആശങ്കയിലാണ്. പോണിക്കാർ, ഈ സാധാരണ ധാപം നടത്തുന്ന മനുഷ്യർ, അവരൊക്കെയാണ് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ എങ്ങനെയാണോ സമാനമായ സാഹചര്യമാണ്.